നടൻ മമ്മൂട്ടി ഇപ്പോൾ കലോത്സവത്തിൽ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം കലോത്സവ വേദിയിൽ എത്തിയിരിക്കുന്നു. നൂറുകണക്കിന് ആളുകളാണ് ആവേശത്തോടെ കലോത്സവ നഗരിയിൽ മമ്മൂട്ടിയെ സ്വീകരിക്കുന്നത്. കണ്ണൂരിന്റെ കലാരവമാണ് നമ്മൾ കൊല്ലത്ത് കണ്ടത്. കോഴിക്കോടിനെ ഫോട്ടോ ഫിനിഷിൽ പിന്നിലാക്കിയാണ് ഇപ്പോൾ 4ാം കലാകിരീടം കണ്ണൂർ സ്വന്തമാക്കിയിരിക്കുന്നത്. 2000-ൽ പാലക്കാട് നടന്ന കലോത്സവത്തിലായിരുന്നു കണ്ണൂർ ഏറ്റവും ഒടുവിൽ കലാകിരീടം നേടിയത്. അത്തരത്തിൽ 62ാമത് സ്കൂൾ കലോത്സവത്തിലെ അത്യന്തം വാശിയേറിയ പോരാട്ടമാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ ഫോട്ടോ ഫിനിഷിലൂടെ 952 പോയിന്റുമായി കണ്ണൂർ കിരീടം നേടിയിരിക്കുന്നു. കോഴിക്കോട് 949 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. അവസാന ദിനമായി ഇന്ന് പോയിന്റുകൾ മാറി മറിയുന്നതാണ് കണ്ടത്. ഇപ്പോൾ ഇതാ മമ്മൂട്ടി വേദിയിലെത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം സമാപന സമ്മേളനത്തിന്റെ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കും. ആശ്രാമം മൈതാനിയിലെ പ്രധാന വേദിയിൽ മമ്മൂട്ടി എത്തിയിരിക്കുന്നു. ഹർഷാരവത്തോടെയാണ് ആരാധകരും കലോത്സവത്തിനെത്തിയ മത്സരാർത്ഥികളും എല്ലാം തന്നെ മമ്മൂട്ടിയെയും നേതാക്കളെയും സ്വീകരിച്ചിരിക്കുന്നത്. 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. ചേർന്നു പിറന്നു നമ്മുടെ മൊഴി മലയാളം. കൊല്ലത്ത് കണ്ണൂർ സ്ക്വാഡിന്റെ കിരീട നേട്ടമാണ് നമ്മളിപ്പോൾ കണ്ടത്. കലാകിരീടം കണ്ണൂരിലേക്കാണ് കോഴിക്കോടിനെ പിന്തള്ളി കണ്ണൂർ ഒന്നാമതെത്തിയിരിക്കുന്നു. കലാകിരീടം ചൂടിയിരിക്കുന്നു. ആദ്യ 4 ദിവസവും ആധിപത്യം പുലർത്തിയത് കണ്ണൂരാണെങ്കിലും ഇന്നലെ കോഴിക്കോട് ഒന്നാമതെത്തിയിരുന്നു. പക്ഷേ അവസാന ദിനം വീണ്ടും കണ്ണൂരിന്റെ കുതിപ്പ് നമ്മൾ കണ്ടു. ഒടുവിൽ ഇതാ 23 വർഷത്തിന് ശേഷം കണ്ണൂർ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ പോവുകയാണ്. പാലക്കാട്